ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഒരു നാടൻ വഴുതനങ്ങ ബജ്ജിയാണ്. ആ പേര് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും നല്ല എണ്ണയിലിട്ട് പൊരിച്ചെടുത്ത ഒരു ബജ്ജിയാണെന്ന്. പക്ഷേ ഇതല്ല. ഇതൊരു 70-80 വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു റെസിപ്പിയാണ്. ഇതൊരു സീക്രട്ട് റെസിപ്പിയാണ്. നമ്മൾ പലർക്കും ഇതറിയില്ല. ഇതിനായിട്ട് നമുക്ക് 2 ബ്രിഞ്ചാൾ വേണം. 2 വേണമെന്നില്ല, നമ്മൾ എത്രയാണോ ഉണ്ടാക്കുന്നത് അതനുസരിച്ചുള്ള ബ്രിഞ്ചാൾ. അത് കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസസ് ആയിട്ട് ഞാനിത് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. ഇതെനിക്ക് എൻ്റെ പ്രിയപ്പെട്ട മദറിലോ ആണ് പറഞ്ഞു തന്നതും ഇത് പ്രിപ്പയർ ചെയ്തതും അമ്മയാണ്. സോ അമ്മയുടെ അമ്മ പറഞ്ഞു കൊടുത്തൊരു റെസിപ്പിയാണിത്. അമ്മ കല്യാണം കഴിച്ച് പോയ സമയത്ത് അവിടുത്തെ അമ്മ പ്രിപ്പയർ ചെയ്ത ഒരു റെസിപ്പിയാണെന്നാണ് അമ്മ പറഞ്ഞത്. പലർക്കും ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും ഇത് അറിയത്തില്ല എന്നാണ് അമ്മ പറയുന്നത്. ഇതിനായിട്ട് പിന്നെ ഒരു 2-3 പച്ചമുളകും നമുക്ക് വേണം. ഇനി ഇത് പ്രിപ്പയർ ചെയ്യാൻ വളരെ സിമ്പിളാണ്. ഇതിൻ്റെ ടേസ്റ്റ് പലർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, അതെനിക്കറിയത്തില്ല. പക്ഷേ ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വിഭവം തന്നെയാണ്. കാരണം പലർക്കും ഇതറിയില്ല. ഈവൻ ഇപ്പോൾ 90s കിഡ്സിനായാൽ കൂടി അത് അറിയണമെന്നില്ല. ഈ ന്യൂ ജെൻ പിള്ളേർക്കും ഈ ജെൻസി പിള്ളേർക്കാണെങ്കിൽ കൂടി ചിലപ്പോൾ ഇത് അറിയണമെന്നില്ല. പക്ഷേ ഇതൊക്കെ കാലം മാറി വന്ന പഴമയുള്ള കുറേ രുചികളാണ്. ഒരു മരുന്ന് പോലെയാണ് ഇതൊക്കെ. ശരിക്കും നമുക്ക് അസുഖങ്ങളൊന്നും വരാതിരിക്കാനുള്ള പണ്ടത്തെ ആൾക്കാർ പ്രിപ്പയർ ചെയ്ത ഒരു തരത്തിലുള്ള ഒരു സിമ്പിൾ ഡിഷസ് ആണ്. ഒരുപാട് മസാലസ് ഒന്നും ഇല്ലാത്ത ഒരു തരം സിമ്പിൾ ഡിഷസ്. നമ്മൾ ആ പഴയ ഒരു കാലത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ ഈ ഡിഷ് പലർക്കും, ചിലപ്പോൾ നമ്മുടെ അപ്പൂപ്പന്മാർക്കും മുത്തശ്ശിമാർക്കും ഒക്കെ ഇത് കാണുമ്പോൾ ചിലപ്പോൾ അവർക്ക് അറിയുമായിരിക്കും ഇങ്ങനൊരു ഡിഷ് ഉണ്ട് എന്നുള്ളത്. അവർ രുചിച്ചിട്ടുള്ള ഒരു രുചിയായിരിക്കും അത്. ഇതിനായിട്ട് നമ്മൾ ഇത് കട്ട് ചെയ്തു. പിന്നെ അതിലേക്കൊരു 3-4 പച്ചമുളക് നമ്മളിട്ടു. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി വേണം. പിന്നെ കുറച്ച് കായപ്പൊടി, ഒരു പേരിനൊരു നുള്ളു കായപ്പൊടി അതും വേണം. കുറച്ച് ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ച്. ഈ ഗ്രീൻ ബ്രിഞ്ചാളിന് ഒരു പ്രശ്നം ഉണ്ടെന്ന് അമ്മ പറയും. എന്താണെന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് അങ്ങോട്ട് കറുത്തു പോകും അതിൻ്റെ ഭാഗങ്ങളൊക്കെ. അപ്പോൾ നമ്മളൊരു ആ ഒരു ഗ്രീനിഷ് സംഭവം മായാതിരിക്കാനായിട്ട് നമ്മളിത് ഇളക്കി കൊടുക്കണം, കുറച്ചേശം ഇളക്കി കൊടുക്കണം എന്നാണ് അമ്മ പറഞ്ഞത്. അമ്മയാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. സോ ഉപ്പ് ഇട്ടിട്ടുണ്ട്, കായപ്പൊടി ചേർത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, പച്ചമുളക് ഇട്ടിട്ടുണ്ട്, ബ്രിഞ്ചാൾ ഇട്ടിട്ടുണ്ട്. എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പം, വളരെ സിമ്പിൾ അല്ലേ? ഇനി അത് അമ്മ നന്നായിട്ടൊന്ന് കുറച്ച് വെള്ളം തെളിച്ചിട്ട് അല്ലെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിങ്ങനെ ചുറ്റും ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ഇളക്കുക, നമ്മൾ അടച്ച് വെച്ചിട്ട് എന്നിട്ട് വേവിക്കുക. ഇത് ഒരുപാട് വെന്തുടയണം എന്നല്ല, എന്നാലൊരു കുഴമ്പ് പോലെ അതൊന്ന് വേവിച്ച് കിട്ടും. ഒരു വ്യത്യസ്തമായൊരു രുചി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നെ നമുക്കൊന്നും പരിചയമില്ലാത്ത ഒരു രുചിയാണിത്. ഞാൻ ആദ്യമായിട്ടാണിത് ഈ ഒരു രുചി രുചിക്കുന്നത് തന്നെ. അത് ഞാൻ അമ്മയോട് ഈ ഒരു അവസരത്തിൽ ഞാൻ താങ്ക്സ് പറയുകയാണ്. സോ അമ്മ വളരെ സ്നേഹത്തോടെ പ്രിപ്പയർ ചെയ്ത് തന്ന ഒരു ഡിഷാണിത്. അപ്പോൾ നിങ്ങളും ഞാൻ പറഞ്ഞല്ലോ, ഒരു 10-80 വർഷം പഴക്കമുള്ളൊരു ഡിഷ് എന്ന് തന്നെ നമുക്ക് കണ്ണടച്ച് പറയാൻ പറ്റും. പിന്നെ ഇതിന് വേണ്ടതൊരു ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള ഒരു കുഞ്ഞു പുളി, അതിൻ്റെ കുറച്ച് പുളി വെള്ളം കൂടി നമുക്കിതിന് ആവശ്യമുണ്ട്. അപ്പോൾ അത് ഏകദേശം ഇങ്ങനെ കണ്ടോ, അത് ആ കറുത്ത നിറം വരാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. എന്നിട്ട് അത് ഇളക്കി കൊടുക്കുന്നു, അടച്ചു വെച്ചിട്ട് വേവിക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഈ ചെറിയൊരു പുളിയുടെ വെള്ളം അമ്മ അതിലേക്ക് തെളിക്കും, അതിലേക്ക് ഇങ്ങനെ ചുറ്റുമൊഴിക്കും. ഇത്രയുള്ള ഈ റെസിപ്പി. അല്ലാണ്ട് ഒരുപാട് വലിയ റെസിപ്പിയോ ഒരു സീക്രട്ട് റെസിപ്പി എന്ന് ഞാൻ പറഞ്ഞെങ്കിലും സീക്രട്ട് റെസിപ്പിയാണ്, അത് പ്രഷ്യസ് റെസിപ്പി തന്നെയാണ്. പക്ഷേ വളരെ സിമ്പിളാണ്. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. സിമ്പിൾ ഭക്ഷണങ്ങളൊക്കെ ചിലപ്പോൾ നമുക്ക് ആർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷേ ഇതിൻ്റെ ആരോഗ്യ ഗുണങ്ങളൊക്കെ വളരെ വലുത് തന്നെയാണ്. നമുക്ക് പ്രായമായ ആർക്കായാലും അല്ലെങ്കിൽ നമുക്കായാലും കൂടി ഒരു നേരം നമുക്ക് ഇങ്ങനത്തെ ഒരു നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇങ്ങനൊരു കറി, ഇങ്ങനൊരു സംഭവം നമുക്ക് വിളമ്പിയാൽ അത് നമുക്ക് കഴിക്കാം, രുചിക്കാം, ആസ്വദിക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. അങ്ങനെയൊക്കെ നമ്മൾ അറിയട്ടെ. പഴമയുടെ ആ രുചികളൊക്കെ നമ്മൾ തന്നെ അറിയട്ടെ എന്ന് തന്നെ പറയാം. ഓക്കെ, ഇത് പലർക്കും ഈ ഒരു ഡിഷ് നിങ്ങളിൽ പലരും ചിലപ്പോൾ മുന്നേ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു റെസിപ്പി കാണുന്നത്. സോ നിങ്ങൾ അത് മുന്നേ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു രുചിച്ചിട്ടുണ്ട് എങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയണം, നിങ്ങളുടെ അഭിപ്രായം പറയണം. അങ്ങനെയാണ് എനിക്ക് പറയാനുള്ളത്. സോ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ഇങ്ങനെ ഉടച്ചു കൊടുക്കണം, നന്നായിട്ട് യോജിച്ച് വരണം, ഉടച്ചു കൊടുക്കണം എന്ന് അമ്മ എന്നോട് കൂടെ പറഞ്ഞു തന്നു ഇത് ഞങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ. സോ അങ്ങനെ ഉടച്ച് അമ്മ അത് ഏകദേശം ശരിയായിക്കൊണ്ടിരിക്കുകയാണ്. വളരെ നല്ല ഒരു ഡിഷാണിത്.
ഇനി നമുക്കിത് എന്താവും. സിമ്പിളായിട്ട് ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട, കുറച്ച് സാധനങ്ങളോട് നമുക്കിത് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഇതിലേക്ക് കുറച്ച് പുളിവെള്ളം, നിങ്ങൾ കണ്ടു, ആ മുഴുവൻ പുളിവെള്ളവും നമ്മൾ ഒഴിക്കുന്നില്ല, വളരെ കുറച്ച് പുളിവെള്ളമാണ് ഒഴിക്കുന്നുള്ളൂ. ഇത് അടച്ചു വെച്ച് വേവിക്കുക. ഇത്രയേ ഉള്ളൂ കറി. വളരെ എളുപ്പമല്ലേ? നിങ്ങൾ തന്നെ പറയൂ, എന്താണ് ഇപ്പോൾ നമ്മൾ മസാലയായിട്ടൊക്കെ ഇട്ടിരിക്കുന്നത്? ഒന്നും തന്നെയില്ല. നമുക്ക് ആരോഗ്യത്തിന് ദോഷം വരുന്ന ഒരു തരം പൊടികളും ഇതിലില്ല. വളരെ മൈൽഡായിട്ടുള്ള പണ്ടത്തെ പണ്ട് നമ്മൾ പറയില്ലേ, അങ്ങനെ പണ്ട് അങ്ങനത്തെ ഒരു രുചിക്കൂട്ടാണിത്. ഒരു സീക്രട്ട് റെസിപ്പി എന്ന് തന്നെ ഞാൻ അവകാശപ്പെടുകയാണ്. ഇത് മുന്നേ നിങ്ങൾ രുചിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ എന്തായാലും അത് പറയണം. ഓക്കെ, അത്രയേ ഉള്ളൂ. ഉപ്പ് കുറവായതിനാൽ ഉപ്പ് നിങ്ങൾ നോക്കുക. ഒരു നുള്ളു ഉപ്പ് നമ്മൾ ആഡ് ചെയ്യുക. അത് നമ്മുടെ പുളി ഒഴിക്കുമ്പോൾ അതനുസരിച്ച് നമ്മൾ ബാലൻസ് ചെയ്ത് നോക്കുക, അതനുസരിച്ച് നമ്മൾ ഇടുക, അത്രേ ഉള്ളൂ. ഇനി നമ്മളിത് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുകയാണ് അമ്മ. വളരെ ഞാനൊരിക്കലും വിചാരിച്ചില്ല ഇങ്ങനത്തെ ഒരു റെസിപ്പി എനിക്ക് രുചിക്കാനുള്ളൊരു ഭാഗ്യമുണ്ടാവുമെന്ന്. സോ നമ്മളിത് പറയുമ്പോഴും ഞാൻ പറയുന്നു, ഭക്ഷണം മരുന്നാണ് എന്ന് പലരും പറയുന്നുണ്ട്. അത് വളരെ ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. ഭക്ഷണം മരുന്ന് തന്നെയാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ ഉള്ളിലോട്ട് പോകുന്നത് അനുസരിച്ചിരിക്കും നമുക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം വരുന്നോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. സോ നല്ല ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഓരോ വിഭവങ്ങൾ നമ്മൾ മാക്സിമം നമ്മുടെ ഭക്ഷണ രീതികളിൽ ശൈലികളിലൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഒരുപക്ഷെ നല്ലതിനാണ്. ഛേദമില്ലാത്തൊരു ഉപകാരമല്ലേ അത് ഇൻക്ലൂഡ് ചെയ്യുക. വെജിറ്റബിൾസ് കഴിക്കുക എന്നുള്ളത് നല്ലൊരു കാര്യം. ഇത് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ചെറിയൊരു താളിക്കൽ പോലെയുണ്ട്. അതിലേക്ക് നമുക്ക് പ്രത്യേകിച്ചൊന്നും വേണ്ട, വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യണം. ഒരു നുള്ളു വെളിച്ചെണ്ണയിൽ കുറച്ച് മസ്റ്റേർഡ് സീഡ്സും അതുപോലെ തന്നെ ഉഴുന്ന് പരിപ്പും, ഇത് രണ്ടും ചുവക്കനെ വറുത്ത് കൊട്ടണം എന്നാണ് അമ്മ പറയുന്നത്. സോ അതുപോലെ തന്നെ നമുക്ക് ചെയ്യാം. അമ്മ കടുക് പൊട്ടിക്കുന്നുണ്ട്. അതിലേക്ക് പിന്നെ കുറച്ച് ഉഴുന്ന് പരിപ്പും കൂടി ഇട്ടിട്ട് ഇത് നമുക്ക് ഒരു ഗാർണിഷ് പോലെയോ താളിക്കുന്ന പോലെയോ നമ്മൾ പ്രിപ്പയർ ചെയ്ത് മാറ്റി വെച്ച ഡിഷിലേക്ക് അതിൻ്റെ മുകളിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഒരു 10 മിനിറ്റ് വേണോ? വേണ്ട. വഴുതനങ്ങയൊക്കെ പെട്ടെന്ന് കുക്കായി കിട്ടും. നമ്മളത് കൈ മാറാതെ, എവിടെയും മാറി നിൽക്കാതെ കൈ മാറാതെ അത് ഇളക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പിന്നെ നമുക്ക് നല്ല രുചികരമായിട്ടുള്ള ഒരു വിഭവം കിട്ടും. രുചികരം എന്നതിലുപരി ഹെൽത്തി ആയിട്ടുള്ളൊരു വിഭവം എന്ന് വേണം ഞാനിതിനെ പറയാനായിട്ട്. സോ ഹെൽത്തി ആയിട്ടുള്ള ഒരു വിഭവം ഇത് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിൽ സന്തോഷം. ആൻഡ് പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.